കൊടും ചൂടിൽ ടെസ്റ്റ് നടത്തരുതെന്ന RTOയുടെ നിർദ്ദേശം തള്ളി ആലപ്പുഴയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ടെസ്റ്റിനിടയിൽ സൂര്യാതപമേറ്റ് സ്ത്രീകളടക്കം നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തിളച്ചുമറിയുന്ന ചൂടിൽ ഉച്ചയ്ക്ക് വരെ നടന്ന ടെസ്റ്റ് ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നതെന്ന് ഡോക്ടർമാർ റിപ്പോർട്ടറോട് വ്യക്തമാക്കി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട സമയത്തെക്കുറിച്ചുള്ള ആലപ്പുഴ RTOയുടെ വാക്കുകളാണിത്. വണ്ടികളുടെ ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ 8 മണിക്കാക്കി രാവിലെ 8 മണി തൊട്ട് 10 വരെ. ഓക്കെ സാറേ, അപ്പം എനിക്ക് സമയം ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. നേരത്തെ പത്രത്തിൽ ഞാൻ കൊടുത്തായിരുന്നല്ലോ, പത്രങ്ങളിലെല്ലാം വന്നതാണല്ലോ. സ്ത്രീകളടക്കം നൂറുകണക്കിന് പേരാണ് ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള ടെസ്റ്റിൽ പങ്കെടുക്കാൻ ദിവസേന ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തുന്നത്. എന്നാൽ രാവിലെ 8-ന് തുടങ്ങേണ്ട ടെസ്റ്റ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിക്കുന്നത് 10 മണിക്ക്. 10:30-ക്ക് തീരേണ്ട ടെസ്റ്റ് അവസാനിക്കുന്നതാകട്ടെ തിളച്ച ചൂടിൽ 1 മണിയോടുകൂടി. ഉദ്യോഗസ്ഥർ കുടക്കീഴിൽ നിൽക്കുമ്പോൾ നിരവധി പേരാണ് ഗ്രൗണ്ടിൽ സൂര്യാഘാതമേറ്റ് തളർന്നു വീഴുന്നത്. സ്ത്രീകളടക്കം ധാരാളം പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സമയം തെറ്റി നടക്കുന്ന ടെസ്റ്റിനിടയിൽ പൊള്ളലേറ്റ് ആലപ്പുഴയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. യാതൊരു കാരണവശാലും ഈ സമയത്ത് ഇത്തരം തുറസായ സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടത്താൻ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരും വ്യക്തമാക്കുന്നു. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വെയിലേറ്റ് കഴിഞ്ഞാൽ ഇതുപോലുള്ള കണ്ടീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ ആവശ്യക്കാരായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ എത്തിയാൽ മതിയെന്ന ധിക്കാരം നിറഞ്ഞ നിലപാടാണ് മോട്ടോർ വാഹന വകുപ്പിന്റേത്. കടുത്ത വേനലിൽ നാടും നഗരവും ചുട്ടുപൊള്ളുമ്പോൾ രാവിലെ 8 മുതൽ 10 മണി വരെ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ പാടുള്ളൂ എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് ആലപ്പുഴയിലെ അധികൃതരുടെ ഈ ക്രൂരത. ക്യാമറമാൻ ധനീഷ് വയലാറിനൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.